അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളത്. അവൻ്റെ ദീനിൽ തന്നെ അതിലേറ്റവും അവന് പ്രിയങ്കരമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനോടുള്ള ഇബാദത്തിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന തൗഹീദിനെ കുറിച്ചുള്ള പഠനമാണ് കിതാബ് തൗഹീദ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഏറെ ഇഷ്ടപ്പെടുന്ന അറിവ് നമുക്ക് പകർന്നു നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅല്ലിഫിന് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് റഹ്മത്ത് ചൊരിയുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള അധ്യായം ബാബു മാ ജാഅ ഫിൽ ഇസ്തിസ്ഖാ ബിൽ അൻവാ എന്ന് പറയുന്ന അധ്യായമാണ്. നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന അധ്യായങ്ങളുടെ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയുടെ അവസാനത്തെ ഒരു ഭാഗമാണ് ഈ ഒരു അധ്യായം എന്നുള്ളത്. ശൈഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ അബുവാബുകൾ തർത്തീബ് ചെയ്തത് വളരെ കൃത്യമായിട്ടാണ്. തൊട്ടു മുമ്പുണ്ടായിരുന്ന അധ്യായങ്ങളെല്ലാം തന്നെ സിഹറും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ്. ഇനി ഇവിടെ അവസാനമായി ജ്യോതിഷവും ഒക്കെ അതിന്റെ അപകടങ്ങളെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് പറയുന്നത് ബാബു മാ ജാഅ ഫിൽ ഇസ്തിസ്ഖാ ബിൽ അൻവാ, രാശികളെ കൊണ്ട് അല്ലെങ്കിൽ ഞാറ്റുവേലകളിലൊക്കെ വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മഴ തേടുകയും ചെയ്യുക, അതാണ് നമുക്ക് മഴ നൽകുന്നത് എന്ന് വിശ്വസിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് ഇവിടെ അൻവാ? ബാബു മാ ജാഅ ഫിൽ ഇസ്തിസ്ഖാ ബിൽ അൻവാ. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ തേടുക എന്നാണ് അർത്ഥം. നമ്മൾ പൊതുവെ ഒരു ഭാഷാപരമായ കാര്യം പറയുകയാണെങ്കിൽ അലിഫ് സീനി ത ഇതുകൊണ്ട് ആരംഭിക്കുന്ന ഒരു ക്രിയ പൊതുവെ ആ കാര്യത്തെ തേടുക എന്നാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഗൗസ് തേടുക, സഹായം തേടുക. ഇസ്തിആന ഔന് തേടുക, സഹായം തേടുക എന്നാണ് അതിന്റെ ഒക്കെ അർത്ഥം. അതുപോലെ ഇസ്തിസ്ഖാ ഐ ത്വലബുസ് സുഖ്യ, വെള്ളത്തെ തേടുക അല്ലെങ്കിൽ മഴയെ തേടുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് മഴയെ തേടുന്നത്? ബിൽ അൻവാ, അൻവാകൾ കൊണ്ട് എന്നാണ് പറയുന്നത്. അൻവാ എന്ന് പറയുന്ന വാക്ക് നൗഉൻ ഹംസ, നൗഉൻ എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ്. നൗ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് അത് മലയാളത്തിൽ രാശി എന്നും ഞാറ്റുവേല എന്നും ഒക്കെയാണ് ആളുകൾ തർജ്ജമ ചെയ്യാറുള്ളത്. നൗ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് ഇതൊരു കാലയളവിനെ കുറിച്ച് അല്ലെങ്കിൽ ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ ഉദയത്തെയും അസ്തമയത്തെയും അറിയിക്കുന്ന പദമാണ്. എന്ന് പറയുന്ന വാക്ക് വിരുദ്ധാർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണ്. അറബിയിൽ ചില വാക്കുകൾ അങ്ങനെയുണ്ട്. ഹറമ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഹറാമാക്കിയെന്നും അർത്ഥമുണ്ട്, പവിത്രമാക്കിയെന്നും അർത്ഥമുണ്ട്. അത് ഭാഷയുടെ ആഴമാണ് അറിയിക്കുന്നത്. ഒരു വാക്കുകൊണ്ട് തന്നെ രണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നൗ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഉദിക്കുക എന്നുള്ള അർത്ഥവുമുണ്ട്, അസ്തമിക്കുക എന്നുള്ള അർത്ഥവുമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്നുണ്ട്. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് ഒരു നക്ഷത്രം ഫജ്റിന്റെ സമയത്ത് അത് അസ്തമിക്കും. ഓരോ നക്ഷത്രവും ആകാശത്തുണ്ട്, നമ്മൾ കാണുന്നതും അല്ലാത്തതുമായ നക്ഷത്രങ്ങളുണ്ട്. ഒരു നക്ഷത്രം അത് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സമയത്ത്, ഫജ്റിന്റെ സമയത്ത് അസ്തമിക്കുന്ന സമയത്ത് അത് കിഴക്ക് ഭാഗത്ത് അതേ സമയത്ത് മറ്റൊരു നക്ഷത്രം ഉദിക്കുന്നുണ്ട് എന്നാണ്. ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അങ്ങനെ ഒരു നക്ഷത്രം ആകാശത്ത് 13 ദിവസമാണ് നിൽക്കുക. അത് ഉദിച്ചത് മുതൽ പിന്നീട് അത് കിഴക്ക് ഉദിച്ചത് മുതൽ അത് പടിഞ്ഞാറ് വന്ന് അസ്തമിക്കാൻ 13 ദിവസം അത് ആകാശത്ത് ഉണ്ടാകുമെന്നാണ്. അങ്ങനെ 28 നക്ഷത്രങ്ങൾ ആകാശത്ത് അങ്ങനെ മാറി മാറി വരും. 28 നക്ഷത്രങ്ങൾ അങ്ങനെ വരും. ആ 28നെ 13 കൊണ്ട് ഗുണിച്ചാൽ നമുക്കത് 364 കിട്ടും. അതിലൊരു നക്ഷത്രം 14 ദിവസം നിൽക്കുമെന്നാണ്. അങ്ങനെയാണ് ഒരു വർഷത്തിൽ 365 ദിവസങ്ങളും ഇങ്ങനെ നക്ഷത്രമുണ്ട്. ജാഹിലിയത്തിൽ അറബികൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിൽപ്പെട്ടതാണ് ഈ നക്ഷത്രങ്ങളുടെ ഉദയവും അസ്തമയവുമാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന്. മഴ പെയ്യുമ്പോൾ അവർ പറയും ഇന്ന നക്ഷത്രമാണ് മഴ പെയ്ച്ചത്. മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന നക്ഷത്രത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത് എന്നവർ പറയാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അതുപോലെയുള്ള പല ജാഹിലിയത്തും പല നാടുകളിലും ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമാണ്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്ന സമയത്ത്, വിശ്വാസം ഉൾക്കൊള്ളുന്ന സമയത്ത് അതേതാണ് ദീനിൽ നിന്ന് തന്നെ ഒരാൾ തെറിച്ചു പോകുന്ന ഷിർക്കുൻ അക്ബർ ആയിട്ടുള്ള കാര്യമുള്ളത്, അതല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള ഷിർക്കുൻ അസ്ഗർ ഇതിലേതാണുള്ളത്, ഒഴിവാക്കപ്പെടേണ്ടതായ ഹറാമായ വാചകങ്ങൾ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അതിൽ നോക്കുക, നമ്മൾ പറഞ്ഞു ഇസ്തിസ്ഖ എന്ന് പറഞ്ഞാൽ മഴ തേടുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് കൊണ്ട് ഇസ്തിസ്ഖാ ബിൻ നുജൂം, നക്ഷത്രങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നാറ്റുവേലയിൽ വിശ്വസിച്ചുകൊണ്ട് അതിനോട് മഴ തേടുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു ചില കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ ഷിർക്കായതും ഹറാമായതുമൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമായി അവർ പറയുന്നത് ത്വലബുൽ മതർ മിനൻ നുജൂം, നക്ഷത്രങ്ങളോട് തന്നെ, ഇതിന്റെ ഉദ്ദേശത്തിൽപ്പെട്ട ഒരു കാര്യം നക്ഷത്രങ്ങളോട് തന്നെ നമ്മൾ മഴ തേടുക എന്നുള്ള കാര്യമാണ്. ചില ആളുകൾ നക്ഷത്രങ്ങളോട് തന്നെ, ആകാശത്തുള്ള ചില നക്ഷത്രങ്ങളോട് തന്നെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മക്കാ മുശ്രിക്കുകളായ ആളുകൾ അങ്ങനെ അധികവും വിശ്വസിച്ചിട്ടില്ല. കാരണം മക്കാ മുശ്രിക്കുകളോട് ആരാണ് ആകാശത്ത് നിന്നും മഴ പെയ്യിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ ബഹുഭൂരിപക്ഷവും മഴ പെയ്യിക്കുന്നത് അള്ളാഹു ആണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വിശ്വസിക്കുന്ന വിഭാഗമുണ്ട്, ആകാശത്തുള്ള നക്ഷത്രം തന്നെയാണ്. അതുകൊണ്ട് ആ നക്ഷത്രത്തിനോട് നമ്മൾ ചോദിക്കുക, മഴ വേണോ, അഭിവൃദ്ധി വേണോ, സൗഭാഗ്യം വേണോ, ഇന്ന നക്ഷത്രങ്ങളുണ്ട്, അതിനോട് തന്നെ നേരിട്ട് തേടുന്ന ഒരവസ്ഥ. അതാണ് ഒന്നാമത്തെ കാര്യം. അതായത് അൽ ഇസ്തിഗാസത്തു ബിൻ നുജൂം, ഈ പറയുന്ന നക്ഷത്രങ്ങളോട് തന്നെ സഹായതേട്ടം തേടുക എന്നുള്ളതാണ്. ഇന്നാലെന്ന നക്ഷത്രമേ എനിക്ക് മഴ നീ പെയ്ച്ചു തരണം എന്നൊരാൾ പ്രാർത്ഥിക്കുക, സഹായം തേടുക, ഇത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബറാണ്. അപ്പൊ ഇതിന് സമാനമായ ചില കാര്യങ്ങളുണ്ട്. ചില ആളുകൾ അവർക്ക് മഴ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള നദിയിൽ നിന്നും പുഴയിൽ നിന്നും അല്ലെങ്കിൽ കടലിൽ നിന്നുമൊക്കെ മത്സ്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ഒരു തഖർറുബ്, ഒരു ബലി അവിടെ നടത്തും. അള്ളാഹുലേക്ക് നമ്മൾ ബലി നടത്തി നമ്മൾ അള്ളാഹുലേക്ക് സമീപിക്കുന്നത് പോലെ തന്നെ ചില ആളുകൾ ഷിർക്ക് ചെയ്ത് അവരുടെ ഷിർക്കൻ ആരാധ്യന്മാരെ സമീപിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ചില മലമുകളിൽ പോയി അവർക്ക് ഇത്തരത്തിലുള്ള ആളുകൾ പോയി പറഞ്ഞു കൊടുക്കും, ഇന്ന ഗ്രാമത്തിൽ മഴ തീരെയില്ല, അപ്പൊ നിങ്ങളുടെ ഗ്രാമത്തിന്റെ ഇന്ന ഭാഗത്ത് ഒരു മല ഉണ്ടാകും, ആ മലയിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നൊരു കാര്യം അറുത്തിട്ട് അവിടെ ഇട്ടേക്കുക. അത് ആർക്കും തിന്നാൻ കൊടുക്കാനൊന്നുമല്ല, അറുത്തിട്ട് അങ്ങനെ ഇട്ടേക്കുക. അങ്ങനെ നിങ്ങൾ അറുത്തത് ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്, ഇന്ന ദൈവത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ മഴ പെയ്യിപ്പിക്കുന്ന ഇന്ന നക്ഷത്രത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ആ മഴ കിട്ടുന്നതിന് വേണ്ടി അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മുൻകാലത്ത് ഉണ്ടായിരുന്ന കാര്യത്തിൽപ്പെട്ടതാണ് കടലിൽ നിന്നും നല്ല മത്സ്യങ്ങളും മറ്റും കിട്ടുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നേർച്ചയാക്കിക്കൊണ്ട് ആ കടലിലേക്ക് വലിച്ചെറിയുക എന്നുള്ളത്. ഇന്നും അത്തരത്തിലുള്ള ജാഹിലിയത്ത് സഹോദരങ്ങളെ നമ്മുടെ നാടുകളിൽ വർഷാവർഷം ചില സ്ഥലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. പഴം എറിഞ്ഞു കൊടുക്കുക, കടലിലേക്ക് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ എറിഞ്ഞു കൊടുക്കുക. എന്തിനാണ് അവരത് ചെയ്യുന്നത്? ഇത് മുശ്രിക്കുകളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. കാരണം അവർ വിശ്വസിക്കുന്നത് ഓരോന്നിനും അതിൻ്റെതായ ദേവന്മാരുണ്ട് എന്നാണ്. കടലിന് അതിന്റെ ഒരു കടലമ്മ എന്നൊക്കെ അവർ പറയുന്നത് വെറുതെ ഒന്നല്ല. ചില ആളുകൾ അത് നിസ്സാര വാക്കാണെന്ന് പറയും. അവർ ഉദ്ദേശിക്കുന്നത് അതൊരു ദൈവമാണ് എന്നാണ്. അപ്പൊ കടലിന്റെ ദൈവം കടൽ തന്നെയാണ്, അതിൻ്റെ അകത്തൊരു ദൈവമുണ്ട്. അപ്പൊ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ, നല്ല മത്സ്യം കിട്ടണം, നല്ല അഭിവൃദ്ധി ആ വർഷം കടലിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇപ്പൊ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് നക്ഷത്രങ്ങളോട് തന്നെ നേരിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി വല്ല അറവുകളോ മറ്റോ ചെയ്തുകൊണ്ട് ഷിർക്കുൻ അക്ബർ, ദീനിൽ നിന്നും പുറത്തു പോകുന്ന രൂപത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകളാണ്. രണ്ടാമത്തെ കാര്യം നിസ്ബത്തുൽ മതർ ഇല നുജൂമി വൽ അൻവാ, മഴയെ ചില നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഞാറ്റുവേലകളിലേക്ക് ചേർത്തി പറയുക എന്നുള്ളതാണ്. മുത്തിർന ബിനൗഇ കദ, നമുക്കിപ്പോൾ മഴ പെയ്തത് ഇന്ന ഞാറ്റുവേലയുടെ ഇന്ന രാശിയുടെ ഫലം കൊണ്ടാണ്, അതാണ് നമുക്ക് മഴ നൽകിയത് എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ ഇങ്ങനെ പറയുന്ന സമയത്ത്, എനിക്ക് ഇന്ന നക്ഷത്രം കൊണ്ടാണ് മഴ കിട്ടിയത് എന്ന് പറയുന്ന സമയത്ത് നക്ഷത്രം തന്നെയാണ് മഴ പെയ്യിക്കുന്നത് എന്നൊരാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ആ നക്ഷത്രം സ്വയം കഴിവിനാൽ മഴ പെയ്യിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നാം ഒന്നാമത്തെ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ അത് ദീനിൽ നിന്നും പുറത്തു പോകുന്ന ഷിർക്കാണ്. ഇനി ഒരാൾ അങ്ങനെയല്ല, നക്ഷത്രം ഒരു സബബാണ്,
അള്ളാഹു തന്നെയാണ് മഴ പെയ്യിക്കുക, പക്ഷെ നക്ഷത്രം ഒരു സബബാണ് എന്ന രൂപത്തിലുള്ള വിശ്വാസം, അതിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തിർന ബി കദ, ഇന്ന നക്ഷത്രം കാരണത്താൽ, ഇന്ന ഞാറ്റുവേല കാരണത്താൽ മഴ പെയ്തിട്ടുള്ളത് എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സബബാക്കാത്ത ഒരു കാര്യം, അള്ളാഹു ഒരു കാരണമായി വെക്കാത്ത ഒരു കാര്യം ഇന്നതിന് ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കുക പാടില്ല. എന്ന കാര്യം കൊണ്ടാണ് ഇന്നത് സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് അള്ളാഹു അത് സബബാക്കിയിരിക്കണം. അള്ളാഹു സബബാക്കാത്ത കാര്യത്തെ നമുക്കങ്ങനെ പറഞ്ഞുകൂടാ. സബബാക്കുക എന്നുള്ളത് ഒന്നുകിൽ ശരീഅത്തിന്റെ തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെ, തജ്രിബയിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരിക്കണം. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പക്ഷെ നമുക്ക് ഒരു ചോദ്യം ഉണ്ടായേക്കാം. നമ്മൾ ചിലപ്പോൾ മുത്തിർന ഫീ നൗഇ കദാ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന മാസത്തിൽ മഴ പെയ്യുന്നു, അല്ലെങ്കിൽ കർക്കിടത്തിൽ മഴ പെയ്യാറുണ്ട്, തുലാം മാസത്തിൽ മഴ പെയ്യാറുണ്ട്, നമ്മുടെ നാട്ടിലെ മാസത്തിന്റെ പേരിലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്നത് ഈ ഒരു മംനു ആയ നിഷിദ്ധമാക്കപ്പെട്ട കാര്യത്തിൽ പെടുമോ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് കേവലം ആ മഴ പെയ്യുന്ന, അല്ലെങ്കിൽ എന്താണോ നമ്മൾ പറയുന്നത് അതിന്റെ ഒരു സമയം, അതിന്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഹറാമായ കാര്യമല്ല. അത് പൊതുവെ ഒരു അടയാളം. ഇപ്പൊ പൊതുവെ കർക്കിടത്തിലാണ് മഴ പെയ്യാറുള്ളത്, അല്ലെങ്കിൽ ജൂൺ മാസം ആരംഭിക്കുമ്പോൾ മഴ പെയ്യാറുണ്ട്, നമ്മൾ പറയും ഡിസംബർ ആകുന്ന സമയത്ത് തണുപ്പ് കൂടാറുണ്ട്. ഇത് ആ സമയം, ആ കാര്യം നടക്കുന്ന, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ആ മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക കാര്യത്തിലാണ് സംഭവിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് കാർമേഘങ്ങളെ ഉണ്ടാക്കും. അപ്പൊ കാർമേഘങ്ങൾ കണ്ടാൽ നമ്മൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അള്ളാഹു അങ്ങനെയാണ് അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചൊരു അടയാളമാണ്. ഇന്ന സമയത്തിൽ മഴ അള്ളാഹു പെയ്യിക്കുകയാണ്. അത് സ്വന്തമായി മഴ പെയ്യുന്നതല്ല, അതൊരു കാരണവുമല്ല, മറിച്ച് ഒരു അടയാളം മാത്രമാണ്. അതുണ്ടായാൽ ചിലപ്പോൾ മഴ പെയ്യാം, പെയ്യാതിരിക്കാം, യാതൊരു ഉറപ്പുമില്ല. കാരണം അതിന് സ്വന്തമായി ഒന്നും മഴ പെയ്യിക്കാൻ കഴിയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അതുണ്ടായാൽ കൃത്യമായി പെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു സബബും അതല്ല, അതൊരു അടയാളം മാത്രമാണ്. ചിലപ്പോൾ ആ അടയാളം ഇല്ലാതെ സംഭവിക്കാറുണ്ട്, നമ്മൾ കാണുന്നതാണ്. ഒരടയാളവും ഇല്ലാതെ മഴ പെയ്യാറുണ്ട്. ചിലപ്പോൾ എല്ലാ അടയാളങ്ങളും ഒത്തുചേർന്ന് ആളുകൾ എല്ലാ പ്രവചനങ്ങളും നടത്തിയാലും സംഭവിക്കാതിരിക്കാറുണ്ട്. കാരണം അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് മഴ പെയ്യുക, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരു നാട്ടിൽ മഴ പെയ്യില്ല. അപ്പൊ ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ പറയുക, മുത്തിർന ഫീ കദ, ഇന്ന മാസത്തിൽ നമുക്ക് മഴ കിട്ടി, കർക്കിടത്തിൽ മഴ കിട്ടി, തുലാം മാസത്തിൽ മഴ കിട്ടി എന്നൊരാൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഷിർക്കുൻ അസ്ഗറിൽ വരുന്നില്ല എന്നാണ്. ഇനി മൂന്നാമത്തെ കാര്യം, അത് മുത്തിർന ബിനൗഇ കദ എന്നാണ് അയാൾ പറയുന്നത്. ഇന്ന നക്ഷത്രം കൊണ്ട്, ഇന്ന രാശി കൊണ്ട് നമുക്ക് മഴ കിട്ടി എന്ന് അയാൾ പറയുന്നു. പക്ഷെ അയാളുടെ വിശ്വാസത്തിൽ അത് കാരണമാക്കുന്നില്ല. അതാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്നും പറയുന്നില്ല, അത് കാരണമാക്കുന്നുമില്ല, അത് കാരണമാക്കുന്നുമില്ല. പക്ഷെ ബി എന്നുള്ള പ്രയോഗമാണ് കൊണ്ട് എന്നുള്ള പ്രയോഗമാണ് പറഞ്ഞത്, ഫീ എന്നല്ല, അതിൽ എന്നുള്ള രീതിയിലല്ല. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു ഇത് ഷിർക്കുൻ ഖഫിയാണ്, മറഞ്ഞിരിക്കുന്ന ഒരു ഷിർക്കാണ്, ഗോപ്യമായ ഒരു ഷിർക്കാണിത്. ഇത് ഷിർക്കുൻ ലഫ്ളി എന്ന് പറയും. അതായത് നമ്മുടെ വാക്കിൽ വരുന്ന ഷിർക്ക്, വിശ്വാസത്തിലില്ല, പക്ഷെ ആ വാക്ക് ഗൗരവമുള്ള വാക്കാണ്. അത് പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് അത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ചേർത്തി പറയുക എന്ന രൂപത്തിലേക്ക് അത് വരും. അങ്ങനെ ഒരു പ്രത്യേക അധ്യായം ഈ കിതാബിൽ പിന്നീട് വരാനുണ്ട്, അവിടെ കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. അതായത് ഏതുപോലെയുള്ള വാക്കുകൾ, ലൗലൽ കൽബു ലസുരിഖ്ന, നായയില്ലെങ്കിൽ എല്ലാം മോഷ്ടിക്കപ്പെടുമായിരുന്നു എന്ന ആളുകൾ ചിലപ്പോൾ പറയും. വീട്ടിന് മുന്നിൽ ഒരു നായ കൊണ്ടുവച്ചിട്ട്, അല്ലെങ്കിൽ ഇന്ന് പറയുന്നത് പോലെ CCTV ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, ഇതുപോലുള്ള സംസാരങ്ങൾ. ഇവിടെ അവൻ ഒരിക്കലും എന്തുദ്ദേശിക്കുന്നില്ല, CCTV ആണ് നമ്മൾ രക്ഷിച്ചത് എന്നുദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ CCTV കാരണമായി എന്നും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു എന്നാണ് എല്ലാ കാര്യങ്ങളും എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മറിച്ച് അവരുടെ വാക്കിൽ വരുന്ന ഒരു പ്രശ്നമാണത്. ഇന്നതുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇന്ന സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ അപകടം പറ്റാതെ പോയി. അവൻ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് ഇത് ലഫ്ലിൽ വരുന്ന ഒരു ഷിർക്കാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്, ഇത് പാടെ ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയൊക്കെ ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് പലപ്പോഴും നമ്മളൊക്കെ ഉള്ള പല ചുറ്റുപാടിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കിലും നമ്മുടെ സംസാരത്തിലും ഒക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഷിർക്ക് കലർന്ന വാക്കുകൾ വരാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ എടുത്തു പറയേണ്ട ആളുകളാണ് നമ്മൾ. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്,
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ നിങ്ങൾ സംസാരിക്കണം. നമ്മൾ വാക്കുകളിലൂടെ അതാണ് വരേണ്ടത്. ഒരു മഴ കാണുന്ന സമയത്ത് അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് മഴ നൽകി, അല്ലെങ്കിൽ അള്ളാഹു ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. എല്ലാ കാര്യങ്ങളിലേക്കും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക. എപ്പോഴും സംസാരങ്ങളിൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് എടുത്തു പറയുക. ഇതൊക്കെയാണ് ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരേണ്ടത്. മറ്റേത് ഹറാമല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള ചില വാക്കുകൾ ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനാൽ, കാരുണ്യത്തിനാൽ നമുക്ക് നൽകി, ലഭിച്ചു, ഇങ്ങനെയുള്ള രൂപത്തിലൊക്കെ നമ്മൾ സംസാരിച്ച് നമ്മുടെ വാക്കുകൾ ശരിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതിൽ ഒന്നാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്ത് വഖൗലില്ലാഹി തആല വതജ്അലൂന റിസ്ഖകും അന്നകും തുകദ്ദിബൂൻ. വതജ്അലൂൻ, നിങ്ങൾ ആക്കി തീർക്കുന്നു, റിസ്ഖകും, ഈ റിസ്ഖകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം സലഫുകൾ അതിന് തഫ്സീർ നൽകിയത് ശുക്രക്കും, അതായത് വതജ്അലൂന റിസ്ഖകും ഐ തുസയ്യിറൂന ശുക്രക്കും, നിങ്ങൾ നിങ്ങളുടെ നന്ദിയാക്കി കളയുന്നു, അന്നകും തുകദ്ദിബൂൻ, നിങ്ങൾ നന്ദി കാണിക്കേണ്ടതായ കാര്യത്തെ നിങ്ങൾ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത്. അള്ളാഹു നമുക്കൊരു മഴ നൽകി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിഅമത്ത് നൽകി. ആ നിഅമത്തിന് നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ശുക്ർ ചെയ്തിട്ടാണ്. ആ ശുക്ർ ചെയ്യുന്നതിന് പകരം വതജ്അലൂന റിസ്ഖകും ഐ വതുസയ്യിറൂന ശുക്രക്കും, നിങ്ങൾ നിങ്ങളുടെ നന്ദിയാക്കി തീർക്കുന്നു, അന്നകും തുകദ്ദിബൂൻ, നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരായിക്കൊണ്ട്. ഈ മഴ പറയുന്നവൻ യഥാർത്ഥത്തിൽ എത്ര വലിയ നന്ദി ഇട്ടവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിന്റെ പിന്നിൽ എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ച് മഴയെ നമുക്ക് നമ്മുടേതായ യാതൊരു കഴിവും ശക്തി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ വെള്ളം കുടിക്കാനില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയത്നവും കൊണ്ട് ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഖുദ്റത്ത് കൊണ്ട് വർഷാവർഷം അവൻ ഇങ്ങനെ മഴ നമുക്ക് നൽകുകയാണ്. നമ്മളൊന്നും ചിന്തിച്ചിട്ടോ നമ്മൾ പ്രവർത്തിച്ചിട്ടോ കൂട്ടമായി എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുത്തിട്ടോ ഒന്നും ഉണ്ടാകുന്ന കാര്യമല്ല, അള്ളാഹു നമുക്ക് നൽകുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കാനും അവന്റെ റഹ്മത്തിനെ നമ്മൾ വാഴ്ത്താനും ആളുകളോട് അത് പറയാനും ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരം ഇന്ന നക്ഷത്രം കൊണ്ട് മഴ കിട്ടി, ഇന്ന ഇതുകൊണ്ട് മഴ കിട്ടി എന്നൊരാൾ പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദികേട് കാണിക്കലാണ്. അതാണ് ഇവിടെ പറഞ്ഞത് വതജ്അലൂന റിസ്ഖകും, നിങ്ങൾ നിങ്ങളുടെ നന്ദിയാക്കി തീർക്കുന്നു, അന്നകും തുകദ്ദിബൂൻ, അതിനെ നിങ്ങൾ നിഷേധിക്കുന്ന, കളവാക്കി കളയുന്ന ആളുകളിലേക്ക് ആക്കി തീർക്കുന്നു എന്നാണ് ആ ആയത്ത് കൊണ്ട് വിവക്ഷ. പിന്നീട് കൊടുത്തൊരു ഹദീസാണ് വഅൻ അബി മാലികിൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. അബൂ മാലിക് അൽ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്. ഈ കുനിയത്തിൽ 2-3 സഹാബികളുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മതി മിൻ അംറിൽ ജാഹിലിയ്യ, 4 കാര്യങ്ങളുണ്ട് അതെന്റെ ഉമ്മത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മിൻ അംറിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, ജാഹിലിയ കാലഘട്ടത്തിലുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. ലാ യത്റുകൂനഹുന്ന, അവരത് ഉപേക്ഷിക്കുകയില്ല. അൽ ഫഖ്റു ബിൽ അഹ്സാബ്, അവരുടെ കുടുംബ മഹിമയെക്കുറിച്ച്, കുലമഹിമയെ കുറിച്ചിട്ട് പറഞ്ഞ് അഹങ്കരിക്കുക, ഫഖ്ർ പറയുക. വത്തഅനു ഫിൽ അൻസാബ്, അതുപോലെ തന്നെ കുടുംബ പരമ്പരയെ, വംശ പരമ്പരയെ കുത്തി പറയുക. അതുപോലെ വല്ലിസ്തിസ്ഖാഉ ബിൻ നുജൂം, അതാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മഴ, നക്ഷത്രങ്ങളെ കൊണ്ട് മഴ തേടുക. വന്നിയാഹ, ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് മരണസമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കരയുക. ഇത് എന്റെ ഉമ്മത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അടുത്തത് അദ്ദേഹം കൊടുത്തതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസാണ് അന്നാഇഹതു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹ, ഇങ്ങനെ ആർത്ത് അട്ടഹസിച്ച് കരയുന്ന ഒരു സ്ത്രീ അവൾ മരണപ്പെടുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ തുഖാമു യൗമൽ ഖിയാമത്തി വഅലൈഹാ സിർബാലുൻ മിൻ ഖത്റാനിൻ വദിറഉം മിൻ ജറബ്, റവാഹു മുസ്ലിം. ഖിയാമത്ത് നാളിൽ അവൾ ഇതുപോലെയുള്ള താറു പോലെയുള്ള, അല്ലെങ്കിൽ അതുപോലെ ചില മരത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടിട്ടുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഖത്റാൻ എന്ന് പറഞ്ഞാൽ അതാണ്, തീ പെട്ടെന്ന് കത്താൻ സഹായിക്കുന്നതായ ചില ആളുകൾ, വിശേഷക്കാരായ ചില ആളുകൾ അത് താറു പോലത്തത് എന്ന് പറയാറുണ്ട്. എന്നാൽ ചിലർ പറഞ്ഞു ആദ്യകാലത്ത് ഈ താറ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചില മരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള തീ പെട്ടെന്ന് പടരാൻ സഹായിക്കുന്ന, തീ നിലനിർത്തുന്ന, ചൂട് നിലനിർത്തുന്ന ഒരു കാര്യമാണ് ഖത്റാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഒരു വസ്ത്രം. അതുപോലെ വദിറഉം മിൻ ജറബ്, നമുക്ക് ദേഹത്ത് മുഴുവൻ ആസകലം ചൊറിച്ചലുണ്ടാക്കുന്ന, മുറിവുകൾ വ്രണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഒരു ചട്ട, അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ ധരിക്കുന്ന ഒരു വസ്ത്രം, ഇതുകൊണ്ട് അവർക്ക് ധരിപ്പിക്കപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർബഉൻ ഫി ഉമ്മത്തി. അർബഉൻ എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ മാത്രമാണ് എന്നല്ല, ജാഹിലിയത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്നുള്ളത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന് തന്നെ മനോഹരമായ ഒരു കിതാബുണ്ട്, അൽ മസായിലുൽ ജാഹിലിയ്യ. ജാഹിലിയത്തിന്റെ പല കാര്യങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ഹദീസുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വളരെ മനോഹരമായ ഒരു കിതാബ് അദ്ദേഹത്തിനുണ്ട്. ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽപ്പെട്ട 4 എണ്ണം എന്നാണ്. അതല്ലാതെ ആ 4 കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുന്നു എന്നല്ല, മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അത്തബറുജ്, സ്ത്രീകൾ ഹിജാബില്ലാതെ സൗന്ദര്യം കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങുക എന്നുള്ളത്. വല തബറുജ്ന തബറുജൽ ജാഹിലിയ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയ കാലത്തുള്ള സൗന്ദര്യ പ്രകടനം പോലെയുള്ള കാര്യവുമായി സ്ത്രീകളെ നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ജാഹിലിയത്തിലാണ് ഇങ്ങനെ സൗന്ദര്യമൊക്കെ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ നിങ്ങൾ ഇറങ്ങാൻ പാടില്ല, നിങ്ങളുടെ ശരീരം മുഴുവൻ മറക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള ജാഹിലിയത്തിന്റെ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ട 4 എണ്ണമാണ് അർബഉൻ ഫി ഉമ്മത്തി. ഇവിടെ ഉമ്മത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്തുൻ ഇജാബ. അത് ഉമ്മത്ത് 2 രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള മുഴുവൻ യഹൂദ നസ്രാണികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ സ്വീകരിച്ച ആളുകളാണ്, മുസ്ലിമീങ്ങളായ ആളുകളാണ് അതിനെ പറയുന്നത് ഉമ്മത്തുൻ ഇജാബ, ഉത്തരം നൽകിയതായ ഉമ്മത്ത്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണുള്ളത്. ഉമ്മത്തുൻ ഇജാബ. അങ്ങനെയുള്ള ഉമ്മത്തിൽ തന്നെ, അതല്ലാതെ യഹൂദ നസ്രാണികൾ ഉണ്ടാകുമെന്നല്ല ഇവിടെ പറഞ്ഞത്, ഈ സ്വീകരിച്ച മുസ്ലിമീങ്ങളായ ആളുകളിൽ ഉണ്ടാകും. അർബഉൻ ഫി ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഇനി ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ജാഹിലിയത്ത് എന്ന് നിരുപാധികമായി പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തെയാണ്. അഥവാ ഒരുപാട് കാലഘട്ടം മക്കയിൽ അമ്പിയാക്കളെ നിയോഗിക്കപ്പെട്ടിരുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കാലം മുമ്പാണ്. പിന്നീട് ആരോ നിയോഗിക്കപ്പെട്ടോ എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. നബിമാരുടെ കൂട്ടത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വർഷത്തിന് ശേഷമാണ് നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മക്ക എന്ന് പറയുന്നത് വളരെയധികം വൃത്തികെട്ട ശിർക്കിലും കുഫ്റിലും ഒരുപാട് ഹറാമുകളിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. ആ കാലഘട്ടത്തെയാണ് അൽ ജാഹിലിയ അൽ മുത്ലഖ, നിരുപാധികമായ ജാഹിലിയ എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം നിരുപാധികമായ ജാഹിലിയത്ത് ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ മുഴുവൻ ആളുകളും ജാഹിലിയത്തിലാകുക, മുഴുവൻ നാടുകളും ജാഹിലിയത്തിലാകുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുകയില്ല. ജാഹിലിയത്തിന്റെ അംശങ്ങൾ ചില നാടുകളിൽ, ചില ദേശങ്ങളിൽ, ചില പ്രത്യേക കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഖിയാമത്ത് നാൾ വരെ തായിഫത്തുൻ മൻസൂറയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ദീനുമായി മുന്നേറുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ജാഹിലിയത്തിലാകുക എന്നുള്ളത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഇത് ജാഹിലിയത്തിന്റെ കാലഘട്ടമാണ് പോലുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. മറിച്ച് ഇന്നത് ജഹലാണ്, അല്ലെങ്കിൽ ഇതൊരു ജാഹിലിയത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് പോലെയുള്ള ഒരു പ്രത്യേക കൈതോടുകൂടി ഇന്ന സ്ഥലത്ത് ഒരു ജാഹിലിയത്തുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാലത്ത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്നതുപോലെയുള്ളത് പറയാം. നിരുപാധികമായ ജാഹിലിയത്ത് ഇല്ല. ഒരിക്കൽ 2 സഹാബികൾ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായ സമയത്ത് ഒരാൾ മറ്റൊരാളെ ഉമ്മയുടെ ചേർത്തിയിട്ട് ഒരു ചീത്ത പറയുകയുണ്ടായി, ഒരു കുറവാക്കി കളഞ്ഞു അവന്റെ ഉമ്മയിലേക്ക് ചേർത്തിയിട്ട്. എന്തോ ഒരു വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ പറഞ്ഞു, അയ്യർതഹു ബി ഉമ്മി, നീ അവന്റെ ഉമ്മയുടെ പേര് പറഞ്ഞ് അവനെ കളിയാക്കുകയാണോ? ഇന്നകും മുഉൻ ഫീക ജാഹിലിയ, ജാഹിലിയത്തിന്റെ ചില അംശങ്ങളുള്ളൊരു വ്യക്തിയാണല്ലോ നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ചില വ്യക്തികളിലും ചില ആളുകളിലൊക്കെ ജാഹിലിയത്തുണ്ടാകും. അതല്ലാതെ ഉമ്മത്ത് മുഴുവനും ജാഹിലിയത്ത് ഇല്ല. ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർബഉൻ ഫി ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിലെ ചില വിഭാഗങ്ങളിൽ ഉണ്ടാകും, ചില ആളുകളിൽ ഉണ്ടാകുമെന്നാണ്. അതല്ലാതെ ഉമ്മത്തിൽ മുഴുവനായിട്ട് ആളുകൾക്ക് ഈ സ്വഭാവം ഉണ്ടാവുകയില്ല. ഈ സ്വഭാവങ്ങൾ, പറയാൻ പോകുന്ന സ്വഭാവങ്ങൾ ഉമ്മത്തിൽ എല്ലാ ആളുകൾക്കും ഉള്ളതല്ല, ചില ആളുകൾക്കാണ് അതുണ്ടാകുന്നത്. ലാ യത്റുകൂനഹുന്ന, അവരത് ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ ഉണ്ടാകും. അവരത് ഉപേക്ഷിക്കാൻ പോകുന്നില്ല, അത് അവരിൽ ഉണ്ടാകും. അതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ് അൽ ഫഖ്റു ബിൽ അഹ്സാബ്. അൽ ഫഖ്റു ബിൽ അഹ്സാബ്, അവന്റെ കുടുംബ മഹിമ പറഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങച്ചം പറയുക എന്നുള്ളത്. അത് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, കുടുംബ മഹിമ പറഞ്ഞിട്ട് ഞാൻ വലിയ കുടുംബക്കാരനാണ്, എൻ്റെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ, എൻ്റെ തറവാട്ടുകാരെന്ന് പറഞ്ഞാൽ അറിയില്ല, എൻ്റെ ഗോത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന നാട്ടിലാണ്, ഇന്ന ഇതിൽപ്പെട്ടതാണ്, വലിയ വീട്ടിലാണ്, അല്ലെങ്കിൽ പുതിയ പുരയിലാണ്, അല്ലെങ്കിൽ ഇന്നതിലാണ്, എന്തെങ്കിലുമൊക്കെ അവൻ്റെ തറവാട്ട് പേരുണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ ഗോത്ര കബീലകൾ ഉണ്ടാവും അറബികൾക്കാണെങ്കിൽ. അപ്പൊ അതിന്റെ പേരിൽ ആളുകളൊക്കെ തരം താഴ്ത്തി കാണുക, ഞാൻ വലിയ ആളുകളാണ്, വലിയ ആളാണ് എന്ന് പറയുക, ഇത് പാടില്ല എന്നുള്ളതാണ്. ജാഹിലിയത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണെന്നാണ് അല്ലെ. ചില ആളുകൾ അങ്ങനെ പല രൂപത്തിൽ പറയും. നമ്മളെ തറവാട് എന്ന് പറഞ്ഞാൽ ഒരാളെ മുന്നിൽ അങ്ങനെ കൈ നീട്ടേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല.
വലിയ ഫഖറോട് കൂടി പറയും. അല്ലെങ്കിൽ നമ്മളെ തറവാട്ടിൽ നിന്ന് ഒരാളും അങ്ങനെ ഒരു അടി കിട്ടിയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാതെ നിന്നിട്ടില്ല, നമ്മൾ അടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ വലിയ ഫഖറോട് കൂടി പറയുന്നതാണ്. നമ്മളെ തറവാട്ടിൽപ്പെട്ട ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല, നമ്മൾ അങ്ങനെയുള്ള ആളുകളാണ്. ഈ രൂപത്തിൽ തന്റെ തറവാട്ടിനെ പുകഴ്ത്തി പറയുക, അതിന്റെ പേരിൽ വലിയ കിബർ കാണിക്കുക എന്നുള്ളത് അത് ജാഹിലിയത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഞാൻ ഇന്ന കബീലയിൽ ജനിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അല്ലെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഇതിൽ യാതൊന്നും ഒരാൾക്കും ഇങ്ങനെ അഹങ്കരിക്കാനായിട്ടാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. കാരണം എല്ലാവരുടെയും കബീല പുറകിലോട്ട് പോയാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിലാണ് മുട്ടുന്നത്. ആദമാകട്ടെ മണ്ണിലാണ്. ആ നിലക്ക് മണ്ണിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. ഞാൻ ഇന്ന കബീലയിൽ ജനിച്ചു എന്നുള്ളത് അത് എന്റേതായ പ്രത്യേകം കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ സംഭവിച്ചതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വ്യത്യസ്ത ഗോത്രങ്ങളായും കബീലകളായും നമ്മെ പടച്ചതാണ്. അതല്ലാതെ അതിന്റെ പേരിൽ അഹങ്കാരം കാണിക്കാനില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാദഉ ഹത്താ ലാ യഫഖറ അഹദുൻ അലാ അഹദ്. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹി നൽകിയിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാം വഹി തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ള നിലക്കാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചില്ലറ കാര്യമല്ല, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നറിയിക്കാനാണ്. ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, അള്ളാഹു എനിക്ക് വഹിയായി നൽകിയിട്ടുണ്ട്. എന്താണ്? അൻ തവാദഉ, നിങ്ങൾ പരസ്പരം വിനയം കാണിക്കുന്ന ആളുകളാകണം. ഹത്താ ലാ യഫഖറ അഹദുൻ അലാ അഹദ്, നിങ്ങൾ ഒരാളും മറ്റൊരാളുടെ മേൽ പൊങ്ങച്ചം പറയണ്ട. ഞാൻ ഇന്ന നാട്ടിലാണ്, ഞാൻ ഇന്ന ദേശത്താണ്, ഞാൻ ഇന്ന കുടുംബത്തിലാണ്, ഇന്ന തറവാട്ടിലാണ്. ഒരു കാര്യമില്ല. അതൊന്നും തന്നെ ഒരു കാര്യവുമുള്ള കാര്യമല്ല. എന്നാൽ സഹോദരങ്ങൾ, അങ്ങനെ കുലമഹിമ എന്ന് പറയുന്ന കാര്യമുണ്ടോ ഇല്ലേ? കുലമഹിമ എന്ന് പറയുന്ന കാര്യം അത് തീരെ ഇല്ല എന്നാണോ? അങ്ങനെ കുലമഹിമ ചില തറവാടുകൾക്ക് ചിലതിനേക്കാളും ഏതെങ്കിലുമൊക്കെ നിലക്ക് അതിന്റെ അഹങ്കാരം നടിക്കാത്ത രൂപത്തിൽ അതിനൊരു മഹിമയുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിനുണ്ട്. ഇവിടെ വിരോധിക്കുന്നത് അതിന്റെ പേരിൽ കിബർ കാണിക്കുന്നതാണ്. അതിന്റെ പേരിൽ കിബർ കാണിക്കുന്നതാണ്. ഖുറൈശി ഗോത്രം മറ്റെല്ലാ ഗോത്രങ്ങളെക്കാളും ഉന്നതമായ ഗോത്രമാണ്. യാതൊരു തർക്കവുമില്ലാത്ത, സംശയമില്ലാത്ത നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമാണത്. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളുണ്ട്. കുലമഹിമ, കുടുംബമഹിമ എന്ന് പറയുന്നത് ഉള്ള കാര്യം തന്നെയാണ്. അത് ചില സമയത്ത് നല്ല കുടുംബത്തിൽ നോക്കി കല്യാണം കഴിക്കുക എന്നുള്ളതൊക്കെ അനുവദിക്കപ്പെടുന്ന കാര്യമാണ്, ജനങ്ങൾ ചെയ്യുന്ന കാര്യവുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ 4 കാര്യങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിക്കപ്പെടാറുണ്ട്. ലിമാലിഹ, അവരുടെ സമ്പത്ത് നോക്കി ചിലർ കെട്ടും. വലി ഹസബിഹ, അവരുടെ ഭംഗിയും മറ്റും അവരുടെ കുടുംബം മറ്റും നോക്കും. വ ജമാലിഹ, അതുപോലെ തന്നെ അവളുടെ ഭംഗി നോക്കി കെട്ടും. വലി ദീനിഹ, അതുപോലെ അവളുടെ ദീന് നോക്കി കെട്ടും. ഫൽഫർ ബിദാത്തി ദീൻ, അവൾ ദീനുള്ളവളെ നീ തെരഞ്ഞെടുക്കുക. തരിബത് യദാക്, നിന്റെ കൈ മൺപുരണ്ടാൽ. അപ്പൊ ഇവിടെ വലി ഹസബിഹ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവളുടെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ആളുകൾ ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് അനുവദനീയമാണ് എന്നുള്ള നിലക്കാണ്. പക്ഷെ അതോടൊപ്പം ദീൻ ഉണ്ടായാലാണ് അതുകൊണ്ട് ഉപകാരം. ഒരാൾക്ക് ദീനില്ലാതെ വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ദീനുള്ളപ്പോൾ അതിനോടൊപ്പം നല്ല കുടുംബവും നല്ല മാന്യന്മാരായ ആളുകളുമാണ് അവരുടെ കുടുംബ പരമ്പരയൊക്കെ അങ്ങനെയാണ്, നല്ല മാന്യതയിൽ ജീവിച്ച ആളുകളാണ് എന്നതാണെങ്കിൽ അത് ഉപകരിക്കും. അതല്ല എങ്കിൽ ദീനില്ലാത്ത ഒരാൾക്ക് എത്ര വലിയ കുടുംബമഹിമ ഉണ്ടായാലും യാതൊരു കാര്യവുമില്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശപ്പെട്ടൊരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, അയാളുടെ പിന്നിലോട്ടൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ്, അയാൾ കുഫാറുകളുടെ കൂട്ടത്തിലാണ് എന്ന് കരുതുക. പക്ഷെ അയാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല ദീനുണ്ടെങ്കിൽ ഈ വലിയ കുടുംബത്തിൽ ദീനില്ലാത്ത ഒരാളെക്കാളും നല്ലതാണ് യാതൊരു കുടുംബ പരമ്പരയും ഇല്ലാത്ത, കുടുംബ മഹിമയും എടുത്തു പറയാനില്ലാത്ത നല്ല ദീനുള്ള ഒരാൾ. അതുകൊണ്ട് ചുരുക്കം ദീനാണ് മുഖ്യം. ദീനുണ്ടെങ്കിൽ ഈ കുടുംബ മഹിമ അത് പരിഗണിക്കാം. പക്ഷെ അതിന്റെ പേരിൽ അപ്പോൾ പോലും അഹങ്കാരം പറയുകയോ വീമ്പ് പറയുകയോ ചെയ്യുക എന്നുള്ളത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബ്. ആരുടെയെങ്കിലും അമല് കൊണ്ട് അവൻ പതുക്കുകയാണ്, അമലൊന്നുമില്ല, കാര്യമായി അമല് കൊണ്ട് അവൻ മുന്നേറാനൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ അവന്റെ നസബ് കൊണ്ടൊന്നും അവൻ മുന്നേറാൻ സാധിക്കൂല. നല്ല തങ്ങൾ കുടുംബാണ് അല്ലെങ്കിൽ ഇന്ന കുടുംബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് സ്വർഗത്തിലുള്ള വഴി എളുപ്പമാകൂല. സ്വർഗത്തിലുള്ള വഴി എളുപ്പമാകണമെങ്കിൽ അവന്റെ അമലുകൾ വർദ്ധിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും നിങ്ങളിൽ ഏറ്റവും ആദരണീയരായവർ അത് അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള തഖ്വ പാലിക്കുന്ന ആളുകളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കം ഇതാണ്,
ഇത്തരത്തിലുള്ള കുടുംബ മഹിമയുടെ പേരിൽ പൊങ്ങച്ചം പറയുക എന്നുള്ളത് പാടില്ല. നല്ല കുടുംബ മഹിമ ഒരാൾക്കുണ്ടായാൽ അൽഹംദുലില്ലാ, നല്ലതാണ്. അവന്റെ ഉപ്പയൊക്കെ നല്ല നല്ല ആളുകളാണ്, നല്ല അറിയപ്പെട്ട നല്ല ദീനിന്റെയും മറ്റുമൊക്കെ ആളുകളായിരുന്നു എന്നുള്ളത് ആൾക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ പൊങ്ങച്ചം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഈ വിഷയം മനസ്സിലാക്കാൻ പറഞ്ഞതുപോലെ, ഒരാൾക്ക് താൻ ചെയ്ത അമലിന്റെ പേരിൽ തന്നെ ഫഖ്ർ നടിക്കാൻ ദീൻ അനുവാദം നൽകുന്നില്ല. ഞാൻ നല്ല അമൽ ചെയ്തിട്ട് ഫഖ്ർ നടിക്കാൻ ദീൻ അനുവാദം നൽകുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നിന്റെ ഉപ്പയും ഉപ്പാപ്പയൊക്കെ ചെയ്തതിന്റെ പേരിൽ നീ ഫഖ്ർ നടിക്കുക? ഒരിക്കലും പാടില്ല. അവനവന്റെ അമലിൽ തന്നെ ഫഖ്ർ നടിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ കുടുംബത്തില് ആരെങ്കിലുമൊക്കെ കാരണവന്മാരോ ഉപ്പാപ്പമാരോ ഒക്കെ ചെയ്തതിൽ എന്തർത്ഥത്തിലാണ് ഇവൻ അഹങ്കരിക്കുന്നത്? രണ്ടാമത് പറഞ്ഞത് വത്താരുഫിൽ അൻസാബ്, നമ്മുടെ നസബിനെ, അതായത് കുടുംബ പരമ്പരയെ കുത്തിപ്പറയുക എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു താൻ ചെയ്യുക, കുടുംബ പരമ്പരയെ കുത്തിപ്പറയുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. ഒന്ന് അത്തശ്കീഖു ഫീ നസബിൻ നാസിൽ മഅറൂഫ്, അറിയപ്പെട്ട പരമ്പരയിൽ അറിയപ്പെട്ട ചില ആളുകളുടെ പരമ്പരയെ കുറിച്ച് നമ്മളൊരു തശ്കീഖ് ഉണ്ടാക്കുക, സംശയം ജനിപ്പിക്കുന്ന വർത്താനൊക്കെ പറയാം. ഇന്നാള് ശരിക്കും ഇന്ന ഗോത്രത്തിൽപ്പെട്ട തന്നെ ആണോ, ഇന്നാൾ ഇന്ന തറവാട്ടിൽപ്പെട്ട തന്നെ ആണോ, അയാൾ ഇന്നാളുടെ മോൻ തന്നെയാണോ? ഇത് പാടില്ലാത്ത കാര്യമാണ്. ഇത് ജാഹിലിയത്തിൽപ്പെട്ട കാര്യമാണ്. ചില ആളുകളെ അവന് ഈ തറവാട്ടിലൊന്നും പെടാൻ സാധ്യതയില്ല, അവൻ ആ തറവാട്ടിലെല്ലാം തോന്നുന്നുണ്ട്. അല്ല, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകളൊക്കെ തൗഹീദുള്ള ചില ആളുകളൊക്കെ ഇവിടെ തങ്ങൾ കുടുംബങ്ങളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അത് അറിയപ്പെട്ടതാണ്, അവരുടെ കയ്യിൽ അവരുടേതായ നസബുകളൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തഫ്തീഷ് നടത്തി അതുണ്ടോ ഇല്ലേ എന്നൊക്കെ പരിശോധിച്ച് അവരെല്ലാം, കാരണം അവർ മഅറൂഫായി കഴിഞ്ഞു. അങ്ങനെ ഒരു നാട്ടിലൊരു വിഭാഗം അങ്ങനെയാണ് എന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ അത് അവർ തന്നെയാണ്. അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ചും അമലില്ലാതെ തഖ്വ ഇല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും നേടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിലുള്ള വ്യക്തിക്ക് അവന്റെ അമലില്ല എങ്കിൽ, തഖ്വ ഇല്ല എങ്കിൽ, തൗഹീദ് ഇല്ല എങ്കിൽ, ഈമാൻ ഇല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്നാൽ അവരത് വാദിക്കുന്നുണ്ട്, അത് ജനങ്ങൾക്ക് അറിയപ്പെട്ടതാണ് എങ്കിൽ നമ്മൾ സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ പറയേണ്ടതില്ല, അത് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം അത്താൻ എന്നതിൽ പെടുന്നത്, അൻസാബിൽ പെട്ട താൻ ചെയ്യുക എന്ന് പറഞ്ഞത് പാടെ മോശമാക്കി കളയുക എന്നുള്ളതാണ്. ഒരാളുടെ കുടുംബ പരമ്പര നമ്മൾ മോശമാക്കി പറയാം. അവരൊക്കെ വളരെ നിലവാരം കുറഞ്ഞ ആളുകളാണ്. ഓരൊക്കെ ഇന്ന എന്തെങ്കിലും അവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ജോലിയുടെ ഒക്കെ പേരിൽ ചില തറവാട്ടുകാരൊക്കെ ആളുകൾ പറയും അവരിന്ന ആളുകളാണ്, അവരിന്ന് ചെയ്യുന്ന ആൾ. എന്ത് കുഴപ്പമാണത്? ദീനിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അവരത് ചെയ്താൽ എന്തു കുഴപ്പമാണ് അതിലുള്ളത്? അത് ചെയ്യുക, അതിന്റെ പേരിൽ ഒരു കുടുംബത്തെ, അവരുടെ പരമ്പരയെ മോശമാക്കി പറയുക എന്നുള്ളത് ജാഹിലിയത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഈ ഒന്നാമത്തെ സ്വഭാവമുള്ള ആളുകളിൽ സ്വാഭാവികമായും ഒപ്പമുണ്ടാകുന്നതാണ് ഈ രണ്ടാമത്തെ സ്വഭാവം. അഥവാ അവനവന്റെ കുടുംബത്തിൽ അതിന്റെ പേരിൽ വീമ്പ് പറയുന്ന, അഹങ്കരിക്കുന്ന ആളുകൾ പൊതുവെ എന്ത് ചെയ്യും? അതോടൊപ്പം മറ്റുള്ളവരൊക്കെ കൊച്ചാക്കി കളയും. അതാണ് കിബർ. കിബർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഉണ്ടാവും. ഒന്ന്, സ്വന്തത്തിന് വലിയ ആളാണ് എന്ന് നടിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, കൊച്ചാണ് എന്ന് നടിക്കുക. അപ്പൊ അത് രണ്ടും ഒരുമിച്ചുണ്ടാകുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. മൂന്നാമത്തതാണ് വലിസ്തിസ്ഖാഉ ബിന്നുജൂം, ഈ നക്ഷത്രങ്ങളെ കൊണ്ട് മഴ തേടുക എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിശദീകരണം. അതാണ് ഈ അധ്യായത്തിൽ ഈ ഹദീസ് കൊടുത്തതിന്റെ ഉദ്ദേശം. ഇതാണ് മഹല്ലു ഷാഹിദ്. വിഷയം ഇവിടെയാണ് കിടക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന്, നക്ഷത്രത്തോട് തന്നെ ഒരാൾ നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, ഇന്ന നക്ഷത്രമാണ് മഴ പെയ്യിക്കുന്നത് എന്നൊരാൾ വിശ്വസിക്കുകയാണ് എങ്കിൽ, പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അത് ശിർക്കുൻ അക്ബറാണ്. ഒരാൾ വിശ്വസിക്കുകയാണ് നക്ഷത്രത്തിന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്, നക്ഷത്രം ഒരു മുദബ്ബിറാണ്, നക്ഷത്രത്തിന് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നൊരു വിശ്വാസം ഒരാളുടെ ഖൽബിൽ ഉണ്ടായാൽ അവൻ മുശ്രിക്കായി, അവൻ ശിർക്കൻ വിശ്വാസമാണ് അവന്റെ ഹൃദയത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനൊരാൾ ആ നക്ഷത്രത്തിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിലോ, ഇന്ന നക്ഷത്രമേ നീ എനിക്ക് മഴ നൽകണം എന്ന് അതിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ശിർക്കുൻ അക്ബറാണ്. ഈ രണ്ട് രൂപത്തിൽ അവിടെ ശിർക്ക് സംഭവിക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ആ നക്ഷത്രം കൊണ്ടാണ് മഴ കിട്ടുന്നത് എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത്. മഴ പെയ്യിക്കുന്നത് അള്ളാഹു, നക്ഷത്രം കൊണ്ടാണ് മഴ കിട്ടുന്നത്. എന്നിട്ട് മുത്തുർനാബി കഥ എന്ന് പറയും, ഇന്ന നക്ഷത്രം കൊണ്ട് മഴ കിട്ടി എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ശിർക്കുൻ അസ്ഗറാണ്. കാരണം അള്ളാഹു സബബാക്കാത്തൊരു കാര്യത്തെ സബബാക്കി എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇത് എന്തുകൊണ്ട് അങ്ങനെയായി എന്നുള്ളത് നമ്മൾ നേരത്തെ തമീമത്തിന്റെ ഒക്കെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ തമീമത്ത് കിട്ടുന്നതിലൊക്കെ ഇത് വരുന്നുണ്ട്. തമീമത്ത്, ഉർക്ക്, ഏലസൊക്കെ കിട്ടുന്ന ഒരാൾ, ഉർക്കിനും ഏലസിനും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ശിർക്കുൻ അക്ബർ, ദീനിൽ നിന്ന് പുറത്തുപോയി.
ഇനി അതല്ല, അള്ളാഹുവാണ് എന്നെ രക്ഷിക്കുക, അള്ളാഹു അതിനുവേണ്ടി എനിക്ക് നിശ്ചയിച്ചെന്ന മാർഗമാണ് ഈ കൈ കെട്ടുന്ന ഉറുക്ക്, ഏലസ് എന്നൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് പറയലാണ്, അള്ളാഹു സബബാക്കാത്തത് സബബാക്കി എന്ന് പറയലാണ്. അത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. ഷിർക്കുൻ അസ്ഗറാണത്, ഗൗരവമുള്ള കാര്യമാണത്. ഇനി അതല്ല, അവസാനം പറഞ്ഞതുപോലെയുള്ള ഷിർക്കുൻ ലഫ്ലി, അവന്റെ വാക്കിൽ പറയുന്ന ചില ഷിർക്കുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവൻ മുത്തിർന ബിക്കഥ എന്നാണ് പറയുന്നത്, സബബായിട്ടോ അല്ലെങ്കിൽ അത് സ്വന്തമായിട്ടോ മഴ പെയ്യിപ്പിക്കും എന്നൊന്നും വിശ്വാസമില്ല. പക്ഷെ അവൻ അത് ആ ഒരു മാസത്തിലാണ് മഴ പെയ്യുന്നത് എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ, പക്ഷെ അവൻ പറയുമ്പോൾ കൊണ്ട് എന്നുള്ള നിലക്കാണ് പറയുന്നത്. അത് പണ്ഡിതന്മാർ പറയുന്നു ഷിർക്കുൻ ഖഫിയാണ്, ഗോപ്യമായ ഷിർക്കാൻ. വാക്കുകൾ ശ്രദ്ധിക്കണം. എല്ലാ വാക്കുകളും ഉദ്ദേശം നന്നായതുകൊണ്ട് ശരിയാവുകയില്ല. ഉദ്ദേശവും വാക്കും നന്നാവേണ്ടതുണ്ട്, വിശ്വാസവും വാക്കും നന്നാവേണ്ടത്, രണ്ടും നന്നാവേണ്ടതുണ്ട് എന്നുണ്ട്. എന്നാൽ അതല്ലാത്ത നിലക്ക് ഒരു കാലത്തെ അറിയിക്കുന്നതിന് വേണ്ടി മുത്തിർ നഫീഖത, ഇന്ന മാസത്തിൽ മഴ പെയ്തു, ഇന്ന സമയത്ത് മഴ പെയ്തു, ഇന്ന നക്ഷത്രം ആകാശത്തുണ്ടാകുമ്പോൾ മഴ പൊതുവെ കിട്ടാറുണ്ട് എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതിൽ പെടുന്നില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നീട് പറഞ്ഞത് ജാഹിലിയത്തിലുള്ള നാലാമത്തെ കാര്യം പറഞ്ഞത് വന്നിയാഹ. എന്താണ് നിയാഹ എന്ന് പറഞ്ഞാൽ? നൗഹ എന്ന് പറഞ്ഞാൽ സൗത്തുൽ ഹമാം എന്നാണ്, പ്രാവിന്റെ ഒരു കുറുകുന്ന ശബ്ദത്തിനാണ് പറയുക. അതിന്റെ ശബ്ദം എന്താണ് പ്രാവുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം. അതിനൊരു കുറുകുന്ന ഒരു ശബ്ദമുണ്ട് ഇങ്ങനെയുള്ള പ്രാവുകൾക്കും മറ്റുമൊക്കെ. ഇത് നിയാഹ അതുമായി ബന്ധത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരയുന്ന ആളുകൾ സാധാരണ കരച്ചിലല്ല, ഹൃദയത്തിൽ നിന്നുള്ളൊരു കരച്ചിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വല്ലാത്ത രൂപത്തിൽ അട്ടഹസിച്ച് കരയുന്ന ഒരു കരച്ചിലുണ്ട്. അതിനാണ് നിയാഹ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇവിടെ ജാഹിലിയത്തിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞത്. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ ഒരാൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാടിൽ അയാൾ കണ്ണീരൊഴുക്കുക എന്നുള്ളത് ദീന് വിലക്കിയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ആരും വിചാരിക്കേണ്ടത് ഞാൻ കരയാതെ നിൽക്കുക എന്നുള്ളത് എന്നോട് ദീന് കൽപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ദീന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീരൊഴുകിയിട്ടുണ്ട്. അവിടുത്തെ മക്കളിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും വിലക്കിയിട്ടുള്ള കാര്യമല്ല. ഒരാൾക്ക് അങ്ങനെ കരയാതെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും വലിയ സൂക്ഷ്മതയുള്ള ഒരാളാവാൻ സാധിക്കുകയില്ല. അപ്പോൾ കരച്ചിൽ അങ്ങനെ വരിക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവൻ വാജിബായ സബറുണ്ട്, നിർബന്ധമായും ക്ഷമിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഖദറാണ് എന്നുള്ള വിശ്വാസം മറന്നുകൊണ്ട് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുന്ന രൂപത്തിൽ അവരെ കുറിച്ച് പലതും വിളിച്ചു പറയുക പോലെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കാളായിരുന്നു എന്റെ ആള് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുക എന്നുള്ളത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ് എന്നാണ്. അത് ജാഹിലിയ കാലഘട്ടത്തിൽ ധാരാളമുണ്ട്. ഇന്നും ഇത് കാണാൻ പറ്റും. നമുക്ക് പല സമുദായങ്ങളിലും ഇതുണ്ട്. എന്നാൽ പലപ്പോഴും മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകളും ഇങ്ങനെ ക്ഷമ ഇല്ലാതായി പോകാറുണ്ട്. അത് ഒരിക്കലും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച സബർ അത് നമ്മൾ നിർബന്ധമായി പാലിക്കണം. അത് നിർബന്ധമാണ്. ആ സബർ നിർബന്ധമാണ്. എന്നാൽ സബറിനപ്പുറത്തൊരു ദർജയുണ്ട്, റിള ഉണ്ടാകുക, തൃപ്തി ഉണ്ടാകുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ഖലാഇനോട് അങ്ങേയറ്റത്തെ തൃപ്തി ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളത് അത് മുസ്തഹബായ കാര്യമാണ്, അത് വാജിബല്ല. അതെങ്ങാനും വാജിബാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരിൽ ഭൂരിഭാഗം പേർക്കും അത് സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ആ ഒരു പ്രയാസം നമുക്കുണ്ടാക്കിയപ്പോൾ നല്ല തൃപ്തി ഉണ്ടാവുക, ഇത് വളരെ കുറഞ്ഞ ആളുകൾക്ക് കിട്ടുന്ന കാര്യമാണ്. അഥവാ എപ്രകാരമാണ് ഒരു നിഅമത്ത് അല്ലാഹു നൽകിയാൽ അവന്റെ മനസ്സിന് തൃപ്തിയുള്ളത്, അതുപോലെ ഒരു പ്രയാസം നൽകിയാലും ഒരു ബുദ്ധിമുട്ട് നൽകിയാലും ഒരു വേർപാട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായാലും അവൻ ആ തൃപ്തിയോടുകൂടി ഉണ്ടാകും. അവർക്ക് വലിയ മഖാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത് എന്നാണ്. സഹോദരങ്ങളെ, അതിനോടൊപ്പം തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ള മറ്റൊരു ഹദീസാണ് അന്നാഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹ. ഇങ്ങനെ അട്ടഹസിക്കുന്നവൾ അവൾ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടില്ല എങ്കിൽ എന്ന് തുടങ്ങുന്ന ഹദീസ്. ഇവിടെ അന്നാഇഹതു അട്ടഹസിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനർത്ഥം ഒരിക്കലും ആ സ്ത്രീക്ക് മാത്രമാണ് ഈ പറയുന്ന നരകത്തിലുള്ള ശിക്ഷ എന്നുള്ളതല്ല, മറിച്ച് അത് ഉപയോഗിക്കാനുള്ള കാരണം അധികവും ഇത്തരത്തിലുള്ള സ്വഭാവം സ്ത്രീകളിലാണ് ഉണ്ടാകാറുള്ളത് എന്നുകൊണ്ടാണ്. കാരണം സ്ത്രീകൾക്ക് ക്ഷമ വളരെ കുറവാണ്. അതുകൊണ്ട് അവരിൽ നിന്നാണ് പലപ്പോഴും ഇത് ഉണ്ടാകാറുള്ളത് എന്നതുകൊണ്ടാണ്. അവർക്ക് തന്നെ ഈ ശിക്ഷയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇത് പുരുഷന്മാർ ചെയ്താൽ അവർക്കും ഇതേ ശിക്ഷയുണ്ട്. അല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീകളെക്കാളും കൂടുതൽ ശിക്ഷ പുരുഷന്മാർക്ക് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ്. കാരണം എന്താണ്? ഏതൊരു തിന്മ ചെയ്യാനുള്ള പ്രേരകം ആരിലാണോ കുറവുള്ളത്, എന്നിട്ടും അവർ ആ തിന്മ ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് ശിക്ഷ കൂടും എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പോലെയുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല ഹദീസിലും കേട്ടിട്ടുണ്ടാവും, വാർദ്ധക്യത്തിലെത്തിയ ഒരാൾ വ്യഭിചരിച്ചാൽ അയാൾക്ക് ശിക്ഷ കൂടുതലാണ്.
കല്യാണം കഴിച്ച ഒരാൾ വ്യഭിചരിച്ച ഒരാൾക്ക് ശിക്ഷ കൂടുതലാണ്. കാരണം അയാൾക്ക് ആ ദേഹേച്ഛയിലേക്ക് നയിക്കാനുള്ള പ്രേരകം മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷന് സ്വബർ സ്ത്രീയേക്കാളും കൂടുതലുള്ള ആളുകളാണ്. അതുകൊണ്ട് പുരുഷൻ ഇത് ചെയ്യുകയാണെങ്കിൽ അവൻ ഇതുപോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ ശിക്ഷയുണ്ടാകും എന്ന് ചില പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് കാണാം. എന്താണ് അവളുടെ കാര്യത്തിൽ പറഞ്ഞത്? അന്നാഇഹ ഇദാ ലം തതുബ് ഖബ്ല മൗതിഹ, അവളുടെ മരണത്തിന് മുമ്പ് അവൾ തൗബ ചെയ്തിട്ടില്ല. അപ്പൊ മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുണ്ട്. ഏതൊരു തിന്മ ഒരാളിൽ സംഭവിച്ചാലും അള്ളാഹുവിന്റെ റഹ്മത്താണ്, മരിക്കുന്നതിന് മുമ്പ് അവൻ അതിൽ നിന്നും തൗബ ചെയ്താൽ അള്ളാഹു ആ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും. ഇവിടെ അങ്ങനെ ഒരു തൗബ അവൾ ചെയ്തിട്ടില്ല എങ്കിൽ, അന്നാഇഹതു ഇദാ ലം തതുബ് ഖബ്ല മൗതിഹ, അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ തുഖാമു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവളെ എഴുന്നേറ്റ് നിർത്തിക്കപ്പെടും. വിചാരണ ചെയ്യുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിർത്തിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന കാര്യമാണ്, നരകത്തിലുള്ള കാര്യമല്ല. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. വഅലൈഹ സിർബാലുൻ മിൻ ഖത്റാനിൻ വദിറഉൻ മിൻ ജറബ്, അവളെ സംബന്ധിച്ചിടത്തോളം ഖത്റാൻ കൊണ്ടുള്ള, അഥവാ നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക മരത്തിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. ഇത് ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു വസ്തു കൊണ്ട് ഒട്ടകങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകുന്ന വ്രണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ധരിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഈ ഖത്റാൻ കൊണ്ടുണ്ടാകുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ചൊറിച്ചിലിനെ കരിച്ചു കളയും. അത്രയും തീ പിടിച്ചു നിൽക്കുന്ന ചൂട് കിട്ടുന്ന ഒരു കാര്യമാണിത്. ഇത് ഏകദേശം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ താറിന് ആലോചിച്ചാൽ മതി. കാരണം ചില ആളുകൾ അതിനെ ജിഫ്താണ്, താറാണ് എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. ഇതേപോലെയുള്ള കാര്യമാണ്. താറിന്റെ പ്രത്യേകതയാണ്, ചെറിയ ചൂട് കിട്ടിയാൽ തന്നെ ഭയങ്കര ചൂടായിരിക്കും. അത് വെയിലേറ്റാൽ തന്നെ താറിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കുകയില്ല, മറ്റ് വസ്തുവിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വസ്ത്രം അണിയിക്കുമെന്നാണ്. വദിറഉം മിൻ ജറബ്, അതുപോലെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന വ്രണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളും അതും ധരിപ്പിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഇത് നരകത്തിലെത്തുന്നതിന് മുമ്പ് കിട്ടുന്ന ശിക്ഷയായിട്ടാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു വൻപാപം. അതുകൊണ്ട് തന്നെ ഈ നിയാഹ, ആർത്തട്ടഹസിച്ച് കരയുക എന്നുള്ളത് വൻപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നരകവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അത്തരക്കാരായ ആളുകൾ, അതാണാകട്ടെ പെണ്ണാകട്ടെ, അവൾക്ക് നരകത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എത്രയും വലിയ ശിക്ഷയാണ്. അപ്പൊ നരകത്തിലെത്തിയാലുള്ള ശിക്ഷ അത് വളരെ ഗൗരവമായിരിക്കും. ഏതൊരു തിന്മയുടെ കാര്യവും ഇത്തരം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹം കൊടുത്തിട്ടുള്ളത് മറ്റൊരു ഹദീസാണ്. വലഹുമ എന്ന് പറഞ്ഞാൽ ബുഖാരിക്കും മുസ്ലിമിനും തൊട്ടുമുമ്പത്തെ ഹദീസ്, അതുകൊണ്ടാണ് ബുഖാരി മുസ്ലിമാണ്. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ്. അൻ സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു ഖാല صلى لنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبية على إثر سماء كانت من الليل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹുദൈബിയയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കാരം ഹുദൈബിയയിൽ വെച്ച് നിസ്കരിച്ചു. അല ഇസ്രി സമാഇൻ കാനത്ത് മിനൽ ലൈൽ, തലേന്ന് രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇസ്രി സമ എന്നുകൊണ്ട് ഉദ്ദേശിച്ച് ആകാശം എന്നാണ് നമുക്കറിയാം. സമ എന്ന് അറിയാത്ത ആളുകളില്ല. പക്ഷെ ഇവിടെ മഴ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്. അറബിയിൽ അങ്ങനെ പ്രയോഗമുണ്ട്. ചില കാര്യങ്ങൾ അതിന്റെ തൊട്ടടുത്തുള്ള വസ്തുവിന്റെ പേരിൽ അറിയിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിച്ചാൽ ആ പേര് പറയും. ഇപ്പൊ അസാബനി അസ്സമ എന്ന് പറഞ്ഞാൽ എനിക്ക് മഴ കൊണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. ആകാശം കൊണ്ടു എന്നല്ല, മഴ കൊണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ സമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴയാണ്. സംഭവിക്കുന്നത് ഹുദൈബിയയിലാണ്. ഹുദൈബിയ നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിത്രത്തിൽ കേട്ട സ്ഥലമാണ്. മക്കയുടെ അടുത്തുള്ള സ്ഥലമാണ്. മുശ്രിക്കുകളുമായിട്ടുള്ള സുൽഹ് ഉണ്ടാവുകയും പിന്നീട് മക്കം ഫത്ഹിന് അത് വലിയ കാരണമാവുകയൊക്കെ ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ കേട്ടതാണ്. അതിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പൊ അവിടെ ഹുദൈബിയയിൽ വെച്ചിട്ട് തലേന്ന് രാത്രി മഴ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അതിന് ശേഷം പറയാൻ പോകുന്ന കാര്യത്തിന് അതുമായി ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സഹാബി അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ തലേന്ന് രാത്രി മഴ ഉണ്ടായിരുന്നു. ഫലം മൻസറഫ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയപ്പോൾ പിരിഞ്ഞപ്പോൾ അഖ്ബല അലന്നാസ്, ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. ഇമാമുമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അഥവാ സലാം വീട്ടി കഴിഞ്ഞാൽ അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അല്ലാഹുമ്മ അൻതസ് സലാം വ മിൻകസ് സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിഞ്ഞിരിക്കുമായിരുന്നു. തിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നേരെയാണ് അവിടെ ഇരുന്നത്, ഇടത്തോ വലത്തോ അല്ല. നേരെ ജനങ്ങളെ അഭിമുഖീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമായിരുന്നു എന്നാണ്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഫഖാൽ ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസ്നു തഅലീം, പഠിപ്പിക്കുന്നതിലുള്ള മനോഹരമായ ശൈലിയാണിത്.
കാരണം ചോദിക്കപ്പെടുന്ന ആളുകൾക്ക് ഇത് അറിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം സഹാബികൾക്ക് എന്താണ് അറിയുക? വഹി ഇറങ്ങുന്നത് അവിടത്തേക്കാണ്. സഹാബികൾക്ക് അത് അറിയാൻ ഒരു മാർഗവും ഇല്ല. പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? അവർക്കൊരു ജിജ്ഞാസയും അത് കേൾക്കാനുള്ള ഒരു താല്പര്യവും ഒക്കെ ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ട് കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ധാരാളം സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള മാതൃകകൾ സ്വീകരിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്ന രൂപത്തിൽ, താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അവിടുന്ന് പറഞ്ഞത് ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾക്കറിയാം എന്താണ് റബ്ബ് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അവർ അതിന് മറുപടി പറഞ്ഞത് ഏറ്റവും മര്യാദയുള്ള കാര്യമാണ്. അല്ലാഹു വറസൂലുഹു അഹ്ലം. അവർ പറഞ്ഞത് അതാണ്, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, മറിച്ച് അതിനു പകരം ഇപ്രകാരം പറയുക എന്നുള്ളത് നമുക്ക് മാതൃകയുണ്ട്. എന്നാൽ അല്ലാഹു റസൂലുഹു അഹ്ലം എന്ന് എപ്പോഴും പറയാമോ? പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ സ്വഹാബത്തിന് അത് പറയാം. കാരണം ഏതൊരു കാര്യവും അള്ളാഹു പറയുന്ന ഒരു കാര്യത്തിൽ ചോദിച്ചിട്ടാണല്ലോ ഇതാർക്കാണ് അറിയുക എന്നൊക്കെ ചോദിക്കുക. അപ്പൊ അള്ളാഹു അറിയുമെന്നുള്ള കാര്യം അത് റസൂലും അറിയും. കാരണം അള്ളാഹു റസൂലിനെ അത് അറിയിച്ചു കൊടുക്കും. അതുകൊണ്ട് അള്ളാഹു റസൂലുഹു അലം എന്ന് പറയാം ദീനിന്റെ കാര്യമാണെങ്കിൽ. എന്നാൽ അതല്ലാത്ത ഭാവി കാര്യങ്ങളെ കുറിച്ചിട്ടാണ്, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക, എപ്പോഴാണ് മഴ പെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി എപ്പോഴാണ് മരിക്കുക എന്നൊരാൾ ചോദിച്ചാൽ അള്ളാഹു റസൂലുഹു അലം എന്ന് പറയാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്തരത്തിലുള്ള ഗൈബിയായ കാര്യങ്ങൾ അത് അറിയില്ല, എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ളത്. അല്ലെ, നമുക്ക് ഹദീസിൽ വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഖിയാമത്തിൽ എത്തുമ്പോഴുള്ള സംഭവം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് വുളുവിന്റെ അടയാളങ്ങളൊക്കെ കൊണ്ട്, വുളു എടുത്ത ആളുകളായിരുന്നു, അവർക്ക് അതിന്റെ അടയാളവും ബാക്കിയുണ്ട്. ചില ആളുകളെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്താണ് എന്ന്, എന്റെ ഉമ്മത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ അവരെ ഹൗദിൽ നിന്നും അകറ്റുന്നത് കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റബ്ബ് ഉസൈഹാബി, എന്റെ റബ്ബെ എന്റെ സഹാബികളാണ്. വളരെ വാത്സല്യത്തോടു കൂടിയാണ് പറഞ്ഞത്, എന്റെ സഹാബികളാണ്, ഒപ്പം ഉണ്ടായ ആളുകളാണെന്നാണ് പറഞ്ഞത്. അവർ സഹാബികൾ എന്ന് പറയപ്പെടില്ല, കാരണം അവർ പിന്നീട് മുർത്തദായ ആളുകളാണ്. അവർക്ക് സഹാബി എന്ന് പറയും, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയില്ല. പിന്നീട് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. ഫയുഖാൽ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറയപ്പെടുമെന്നാണ്, അവർ താങ്കൾക്ക് ശേഷം എന്താണ് ചെയ്തതെന്ന് താങ്കൾക്ക് അറിയില്ല. ഇന്നക ലാ തദ്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറിൽ കിടന്നിട്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതിന് ഇതിനേക്കാളും വലിയ എന്ത് തെളിവാണ് വേണ്ടത്? സഹോദരങ്ങളെ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ചില ആളുകൾ വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടന്നുകൊണ്ട് നമ്മുടെ മജ്ലിസിനെ അറിയുന്നു, നമ്മളെ കുറിച്ച് അറിയുന്നു, അല്ല അവിടുന്ന് ഹാജരാകുന്നു, എന്നിട്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നു. ഇതൊക്കെയാണ് ആളുകൾ സുബ്ഹാനല്ലാഹ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു റസൂലുഹു ആലം എന്നുള്ളത് ദീനിയായ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു മസല ചോദിച്ചു, നിസ്കാരത്തിൽ ഇങ്ങനെ പറ്റും, അല്ലാഹു റസൂലുഹു, കാരണം അല്ലാഹു അറിയുന്നത് റസൂലും അറിയുന്നുണ്ട്. കാരണം ആ മസലകൾ, ദീനിന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു തആല റസൂലിലൂടെയാണ് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇതുപോലെയുള്ള ഭാവി കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു ആലം എന്ന് മാത്രം നമ്മൾ പറയുക. ഇനി ഏത് കാര്യത്തിനും അല്ലാഹു ആലം മാത്രം എന്നൊരാൾ പറഞ്ഞാലും അത് മതിയാകുന്നതാണ് എന്നാണ്. എന്നിട്ട് പിന്നീട് ഹദീസ് ഖുദ്സിയായ ഹദീസായി മാറുകയാണ്. പിന്നീട് അല്ലാഹു പറഞ്ഞതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ ബിൽ കവാകിബ്, എന്റെ അടിമകളിൽ ചിലർ ഇതാ എന്നിൽ വിശ്വസിക്കുന്നവരും എന്നിൽ അവിശ്വസിക്കുന്നവരുമായി തീർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അസ്ബഹ മിൻ ഇബാദി, അസ്ബഹ എന്നുള്ളത് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. രാവിലെ ആയി, പുലർച്ചെ പ്രഭാതത്തിലായി, സുബഹിന്റെ സമയത്തായതിനാണ് അസ്ബഹ എന്ന് പറയുക. അതുപോലെ തന്നെ പൊതുവെ ആയി, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് ആയി എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. രണ്ടും കൂടെ യോജിക്കുന്നതാണ്. അസ്ബഹ മിൻ ഇബാദി, എന്റെ അടിമകളിൽ ചിലരായി, മുഅ്മിനും ബി, എന്നിൽ വിശ്വസിക്കുന്നവരായി, വകാഫിറുൻ ബിൽ കവാകിബ്, ആരാണ് മുഅ്മിനുകളായിട്ടുള്ളത്? ഫഅമ്മാ മൻ ഖാല മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, ആരാണ് മഴ പെയ്തത് അള്ളാഹുവിന്റെ ഔദാര്യത്താലും അള്ളാഹുവിന്റെ കാരുണ്യത്താലുമാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഫദാലിക മുഅ്മിനും ബി കാഫിറുൻ ബിൽ കവാകിബ്, അവരാണ് എന്നിൽ വിശ്വസിച്ചത്, കൗക്കബുകളിൽ, നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചത് എന്നാണ്. ഇത് നമുക്ക് പാഠമാണ്. മഴ പെയ്താൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, മഴ പെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യവും അവന്റെ റഹ്മത്തും കാരണത്താലാണ് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ, അവന്റെ വിശ്വാസവും നന്നായി, അവന്റെ വാക്കും നന്നായി. അവൻ അള്ളാഹുവാണ് മഴ പെയ്ക്കുന്നത് എന്ന് വിശ്വസിച്ചവനാണ്. മാത്രമല്ല, അവൻ പറഞ്ഞത് നല്ല രീതിയിൽ നിഅമത്ത് അള്ളാഹുലേക്ക് മാത്രം ചേർത്തി പറയുകയും ചെയ്തു. കാഫിറുൻ ബിൽ കവാകിബ്, നക്ഷത്രങ്ങളെ നിഷേധിക്കുന്നവനായി എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങൾ ഇല്ല എന്ന് പറഞ്ഞവനായി എന്നോ,
നക്ഷത്രങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് പല ദൗത്യങ്ങൾ നൽകിയിട്ടില്ല എന്നോ ഒന്നുമല്ല, മറിച്ച് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം, നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസം, അതിനെ അവർ നിഷേധിച്ചു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഅമ്മാ മൻ ഖാല മുതിർനാ ബിനൗഇ കദാ വകദാ, എന്നാൽ ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ടാണ്, ഞാറ്റുവേലകൾ കൊണ്ടാണ്, രാശി കൊണ്ടാണ് മഴ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞവൻ ഫദാലിക കാഫിറുൻ ബി മുഅ്മിനുൻ ബിൽ കവാകിബ്, അവൻ എന്നിൽ അവിശ്വസിച്ചവനും ഈ നക്ഷത്രങ്ങളെ വിശ്വസിച്ചവനുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാഫിറുൻ ബി എന്നുള്ളതിന് പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞ ആ തഫ്സീൽ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഈ നക്ഷത്രം സ്വയം നിലക്ക് മഴ പെയ്പ്പിച്ചതാണ് എന്ന് വിശ്വസിച്ചാൽ അയാൾ കാഫിറായി, ദീനിൽ നിന്ന് പുറത്തുപോയി. ഇനി ഒരാൾ ആ നക്ഷത്രങ്ങൾ മഴ പെയ്യാനുള്ള ഒരു കാരണമായി തീർന്നു എന്ന് വിശ്വസിച്ചാൽ ഷിർക്കുൻ അസ്ഗറാണ് സംഭവിച്ചിട്ടുള്ളത്. മഴ പെയ്യാനുള്ള കാരണമാണ്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാരണം നിശ്ചയിച്ചിട്ടേ ഇല്ല. അപ്പോൾ അത് ഷിർക്കുൻ അസ്ഗറാണ്. ഇനി ഒരാൾ അതല്ല, അത് ലഫ്ലിൽ പറയുകയാണ്, ഇന്ന നക്ഷത്രം കൊണ്ട് മഴ പെയ്തു എന്നുള്ളത് ലഫ്ലിൽ വന്ന ഷിർക്കാണ്, അതിന്റെ കാരണമായിട്ടും അവൻ വിശ്വസിച്ചിട്ടില്ല, അതുപോലെ അതും സ്വയം നിലക്ക് മഴ നൽകുന്നു എന്ന് വിശ്വസിച്ചിട്ടില്ല, എങ്കിൽ അത് ഷിർക്കുൻ ഖഫിയാണ്, ഒരു മറഞ്ഞ ഷിർക്കാണ്, അത് ഉപേക്ഷിക്കേണ്ടതാണ്, ആ രൂപത്തിൽ പറയാൻ പാടില്ല. എന്നാൽ ഇന്ന മാസത്തിൽ മഴ പെയ്തു, ഇന്ന നക്ഷത്രം ആകാശത്തുണ്ടായപ്പോൾ ഇങ്ങനെ മഴ കിട്ടാറുണ്ട് എന്നൊക്കെ ഉള്ള ഒരു സംസാരം ഒരാൾ സംസാരിച്ചാൽ അത് വിലക്കപ്പെട്ട സംസാരത്തിൽ പെട്ടതല്ല. അൽ-ഇമാം അശ്ശാഫി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ലുമ്മിൽ ഈ ഹദീസ് അദ്ദേഹം വളരെയധികം വിശദീകരിച്ചത് കാണാം. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ ഇത് ആ നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മഴ പെയ്താൽ നമ്മൾ പറയേണ്ടത് മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അത് പഠിക്കുക. അറിയാത്ത ആളുകളെ പ്രാർത്ഥന പഠിക്കുക. നമ്മൾ ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥനയുടെ ഗ്രന്ഥങ്ങളിൽ നോക്കി പഠിക്കണം. മഴ പെയ്താൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, ഇതുവരെ അറിയാത്ത ആളുകൾ ഈ ഒരു ക്ലാസ്സിൽ ഒരു പ്രാർത്ഥന പഠിക്കണം ഇൻഷാ അല്ലാഹ്. മുത്തിർനാ, നമുക്ക് അള്ളാഹു മഴ നൽകി, ബിഫദ്ലില്ലാ, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും, വറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടും. കാരണം മഴ എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിച്ചതാണ്, അവന്റെ ഔദാര്യമാണ്. അതിനുശേഷം അവസാനമായി കൊടുത്ത ഹദീസ് വലഹുമാ. ഇവിടെ വലഹുമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുഖാരി മുസ്ലിമുമാണ്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് അതിനുശേഷം കൊടുത്ത ഈ ഹദീസ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം അത് തെറ്റിദ്ധരിച്ചതായിരിക്കും. ബുഖാരി എന്നാൽ ഒരായത്തിൽ ഇതൊരു തഅലീഖായിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ഹദീസ് ആയത് റിവായത്ത് ചെയ്തിട്ടില്ല. മുസ്ലിമിലാണ് ഈ ഹദീസിലുള്ളത്. മിൻ ഹദീസ് ഇബ്നു അബ്ബാസിൻ മഅനാഹു വഫീഹി, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ആ ഹദീസിലുള്ളത്. ഖാല ബഅദുഹും, ചില ആളുകൾ പറഞ്ഞു മഴ പെയ്തപ്പോൾ ലഖദ് സദഖ നൗഉ കദാ വകദാ, എന്നാൽ ഇന്ന നക്ഷത്രങ്ങൾ അത് സത്യമായി പുലർന്നിരിക്കുന്നു, ആ നക്ഷത്രങ്ങൾ വന്ന് മഴ കിട്ടി എന്ന നക്ഷത്രത്തിന്റെ പേരിൽ എടുത്തു പറഞ്ഞു. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ വാക്ക് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം ഇലാ ഖൗലിഹി വതജ്അലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ, അത്ര വരെയുള്ള ആയത്ത് അല്ലാഹു അതിന്റെ കാരണം കൊണ്ട് അവതരിപ്പിച്ചു എന്നാണ്. ഈ ഹദീസ് ബുഖാരിയിൽ മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഇങ്ങനെയാണുള്ളത്, അസ്ബഹ മിനൻ നാസി ഷാക്കിറുൻ വമിൻഹും കാഫിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ചില ആളുകൾ നന്ദിയുള്ളവരും ചിലർ നന്ദി കെട്ടവരുമായി. ഖാലു ഹാദിഹി റഹ്മത്തുല്ലാഹ്, ചില ആളുകൾ പറഞ്ഞു ഇത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അവരാണ് നന്ദിയുള്ളവർ. വഖാല ബഅദുഹും, എന്നാൽ ചിലർ പറഞ്ഞു ലഖദ് സദഖ നൗഉ കദാ വകദാ, എന്നാൽ ഇന്ന് നക്ഷത്രങ്ങൾ പറഞ്ഞത് സത്യമായി പുലർന്നു. ഫനസലത് ഹാദിഹിൽ ആയ, അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നജൂം ഹത്താ ബലഗ വതജ്അലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. ആയത്ത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. വതജ്അലൂന റിസ്ഖക്കും എന്ന് പറഞ്ഞാൽ വതുസയ്യിറൂന ശുക്രക്കും, നിങ്ങൾ നിങ്ങളുടെ നന്ദിയാക്കി കളഞ്ഞു, അന്നകും തുകദ്ദിബൂൻ, നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരായിക്കൊണ്ട്. അല്ലാഹു നൽകിയ നിഅമത്തുകളെ മറ്റുള്ള ആളുകളിലേക്ക് ചേർത്തി പറയുക വഴി നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേടാണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആയത്തുള്ളത് ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ അതിന് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. മവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം നക്ഷത്രങ്ങളുടെ അസ്തമയ സ്ഥാനങ്ങൾ, അത് ഈ ചലിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പാണ്, അള്ളാഹുവിന്റെ മഹത്തരമായ ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പല കാര്യങ്ങളും അള്ളാഹു നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അതിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ കൊണ്ട് തന്നെ സത്യം ചെയ്തിട്ടുള്ളത്. ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം, ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളുടെ അസ്തമയ സ്ഥാനങ്ങളെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. എന്നിട്ടാണ് അവസാനം അവർ ആ നക്ഷത്രങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞതിന് അള്ളാഹു ആക്ഷേപിച്ചു പറഞ്ഞത് വതജ്അലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. ഇവിടെ ലാ എന്നുള്ളത് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. ലാ എന്നുള്ളത് നഫീന്റെ ലാ അല്ല,
മറിച്ച് ഇത് സിലത്തുൻ തുഫീദു തൗക്കീദൽ ഖസമി വ തഅലീമഹു ലാ അന്നഫി. ഇത് നഫീനുള്ളതല്ല, മറിച്ച് ഇത് കാര്യം ഉറപ്പിച്ചു പറയാൻ തൗക്കീദിന് വേണ്ടി പറയുന്ന കാര്യമാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നല്ല, ഞാൻ വിചാരിക്കരുത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഉഖ്സിമു ബിഹാദൽ ബലദ്, ഉഖ്സിമു ബിഹാദൽ ബലദ് 2 പ്രാവശ്യം അതിനെ തൗക്കീദ് ചെയ്ത് സത്യം ചെയ്യുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. ആ പറയുന്ന കാര്യം വളരെയധികം ഉറപ്പിച്ചുകൊണ്ട് തറപ്പിച്ചു പറയുന്നതിനാണ് ആ കാര്യം ഉപയോഗിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.